ജനുവരി 2000-ലാണ് കോളിസ് എന്ന് പറഞ്ഞൊരു വാഹനമായിട്ട് ജപ്പാനീസ് മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ടൊയോട്ട ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് കോളിസിൻ്റെ കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നത് ടാറ്റയുടെ സുമോയും അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ബൊലീറോയുമായിരുന്നു. അപ്പോൾ കോളിസ് വലിയൊരു ഹിറ്റായിട്ട് മാറുന്നു. അതിനുശേഷം 2005-ലാണ് കോളിസ് പിൻവലിച്ചിട്ട് ആദ്യത്തെ ജനറേഷൻ ഇന്നോവ ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പോൾ ടാക്സി ആയിട്ടും അല്ലാതെയായിട്ടും ഒരുപാട് വാഹനങ്ങൾ ഇന്നോവ വിറ്റഴിഞ്ഞു. അതിനുശേഷം 2008-നോട് അടുപ്പിച്ച് ഒരു ഫേസ് ലിഫ്റ്റ് വന്നിരുന്നു. അതിനുശേഷം 2016-ലാണ് നമ്മളിപ്പോൾ കാണുന്ന ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്ന മോഡൽ ടൊയോട്ട ഇന്ത്യയിലോട്ട് ഇറക്കുന്നത്. അപ്പോൾ ഇത് പഴയ മോഡലിനെ അപേക്ഷിച്ച് ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും എഞ്ചിനിലും ഒക്കെ അടിപൊളി മാറ്റങ്ങളുമായിട്ടാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് BS4 മോഡലാണ്. ഇത് 2.8 ലിറ്റർ ടർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിനുള്ള 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള ZX മോഡലാണ്. പിന്നെ ഇതിൽ 2 സീറ്റിംഗ് ഓപ്ഷനാണ് വരുന്നത്. 7 സീറ്ററും അതുപോലെ തന്നെ 8 സീറ്ററും. 7 സീറ്റർ എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോയിൽ ക്യാപ്റ്റൻ സീറ്റും അതുപോലെ തന്നെ 8 സീറ്ററിൽ സെക്കൻഡ് റോയിൽ ബെഞ്ച് സീറ്റുമാണ് വരുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ട് 6 കളർ ഓപ്ഷൻ വരും. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് കൊച്ചിയിൽ ഓൺ റോഡ് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിലാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇനി നമുക്ക് ഇന്നോവ ക്രിസ്റ്റയുടെ ഫ്രണ്ട് ഭാഗം നോക്കാം. അപ്പോൾ ഇതൊരു നല്ലൊരു വലിപ്പമുള്ള വണ്ടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആയാലും ഗ്രില്ലായാലും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രില്ലിലോട്ട് വരുമ്പോൾ ഇതൊരു 2 സ്ലൈറ്റ് ഗ്രില്ലാണ്. ഒരു ക്രോമിൻ്റെ 2 സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെയാണ് ടൊയോട്ടയുടെ ലോഗോ വന്നിരിക്കുന്നത്. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് വലിയൊരു എയർ ഡാമ്പ് കാണാം. അതിന് പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ക്രോമിൻ്റെ സ്ട്രിപ്പ് നേരെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ആണ്. പിന്നെ നമുക്ക് ഇതിൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് കാണാം. അത് ലോ ബീമിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഹാലജൻ ലൈറ്റ് ഹൈ ബീമിന് വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്കൊരു വെൽ ഇഫക്റ്റ് ഉള്ള 4 LED ഉള്ള ചെറിയൊരു ലൈറ്റും കൂടി കാണാൻ പറ്റും. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ആണ്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഫോഗ് ലാമ്പ് കാണാൻ പറ്റും. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. പിന്നെ അതിന് ചുറ്റും ക്രോമിൻ്റെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബോണറ്റിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് ബോണറ്റിനൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു ക്രീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ടൊയോട്ട ഈ വാഹനത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇന്നോവ ക്രിസ്റ്റയുടെ സൈഡ് നോക്കുമ്പോൾ നമുക്ക് ടയറിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഇത് 215/55 പ്രൊഫൈലുള്ള 17 ഇഞ്ച് അലോയ് വീലാണ് വരുന്നത്. മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് A പില്ലറിൽ ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. മിററിലോട്ട് വരുമ്പോൾ ടേൺ ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുകളിൽ ഒരു ക്രോമിൻ്റെ ഒരു കവറിംഗ് ഒക്കെ കാണാം. പിന്നെ അതിനടിയിലായിട്ട് പടിലാമ്പ് വരുന്നുണ്ട്. പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ വിൻഡോസ് എല്ലാം നല്ല വലിപ്പമുള്ള വിൻഡോസാണ്. A പില്ലറിൻ്റെ ക്വാർട്ടർ ഗ്ലാസ്സിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു സിൽവറിൻ്റെ ഒരു ഷോൾഡർ ലൈൻ വരുന്നുണ്ട്. അത് വന്ന് പിന്നിൽ ക്വാർട്ടർ ഗ്ലാസ്സിൽ അവസാനിക്കും. പിന്നെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡിലിൽ ക്രോമിൻ്റെ കവറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ റിമോട്ട് എൻട്രിക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് സെൻസർ 2 ഡോറിൻ്റെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ഇത് 167 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ബൾജോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സൈഡാണ് ക്രിസ്റ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ക്രിസ്റ്റയുടെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ടെയിൽ ലൈറ്റ് നോക്കാം. നല്ല വലിപ്പമുള്ള ടെയിൽ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് ഇൻഡിക്കേറ്റർ വെർട്ടിക്കലായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതൊന്നും ഒരു LED ലൈറ്റ് അല്ല, സാധാ ഹാലജൻ ലൈറ്റാണ്. പിന്നെ മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരു സ്പോയിലർ കാണാം. പിന്നെ അതിൽ വന്നിരിക്കുന്നത് LED ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ബാഡ്ജിങ് ഒക്കെ കാണാൻ പറ്റും. ഇത് 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. പിന്നെ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്, പിന്നെ അതുപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്ന ബാഡ്ജിങ്ങും പിന്നെ ടൊയോട്ടയുടെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ റിവേഴ്സ് ക്യാമറ കൂടെ കാണാൻ പറ്റും. പിന്നെ ബൂട്ട് റിലീസ് അതിൻ്റെ അടിയിലായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പമുള്ളൊരു ഷാർക്ക് ഫിൻ ആൻറ്റിനയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇന്നോവയ്ക്ക് നമ്മളിവിടെ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 റിവേഴ്സ് പാർക്കിംഗ് സെൻസറാണ് കാണുന്നത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ഒരു വലിപ്പം അനുസരിച്ച് ഒരു അറ്റ്ലീസ്റ്റ് സൈഡിലും കൂടി 2 എക്സ്ട്രാ പാർക്കിംഗ് സെൻസറും കൂടി കൊടുക്കണമായിരുന്നു. പിന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ വണ്ടിയുടെ കീ എൻ്റെ പോക്കറ്റിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ബൂട്ട് തുറന്നിട്ട് നമ്മളിത് അടയ്ക്കുമ്പോൾ ഇതിങ്ങനെ വലിച്ചടയ്ക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് തള്ളുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ വെച്ചിട്ട് വിട്ട് കഴിയണമെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ അടഞ്ഞോളും. ക്രിസ്റ്റയുടെ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇത് BS4 മോഡൽ ആയതുകൊണ്ട് വെറും 55 ലിറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ BS6 മോഡൽ വന്നപ്പോൾ ഒരു 5 ലിറ്ററും കൂടി കൂടിയിട്ട് 60 ലിറ്ററിൻ്റെ ഡീസൽ ടാങ്കാണ് ഇപ്പോൾ BS6 മോഡലിൽ വരുന്നത്. അപ്പോൾ 60 ലിറ്റർ അത്യാവശ്യം നല്ല കപ്പാസിറ്റിയാണ്. നമുക്കൊരു നല്ലൊരു റേഞ്ച് അത് വെച്ച് കവർ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇതിൻ്റെ ഡോറ് വരുമ്പോൾ ഇത് ബ്ലാക്കിൽ ഫിനിഷാണ്. പിന്നെ അതുകൂടാതെ ഇതിനൊരു പിയാനോ ബ്ലാക്കിൻ്റെ ഒരു ഫിനിഷും കൂടി കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമുക്ക് ഡോറിൻ്റെ ഹാൻഡിൽ വരുന്നത്. അതിൽ സിൽവർ കളറിൽ പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ബീജ് കളറിലുള്ള ലൈറ്റ് ബീജ് കളറിലുള്ള ഒരു പ്ലേറ്റിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്വിച്ചസ് എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 4 പവർ വിൻഡോസും ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ്. പിന്നെ അതുകൂടാതെ ഡോറ് ലോക്ക് അൺലോക്കിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. പവർ വിൻഡോ ലോക്ക് ചെയ്യാനുള്ള ബട്ടൺ. പിന്നെ അതുപോലെ തന്നെ മിറർ
അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫോൾഡ് അൺഫോൾഡ് ചെയ്യാനുള്ള ബട്ടൺസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ലെതറിൻ്റെ ഒരു പീസ് ആംറസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൈയൊക്കെ വയ്ക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോൾ നമുക്ക് വലിയ സ്റ്റോറേജ് സ്പേസ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിലൊരു 1 ലിറ്ററിൻ്റെ 2 ബോട്ടിലൊക്കെ നമുക്ക് വെക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് സ്പീക്കർ കാണാം. പിന്നെ അതുകൂടാതെ നമുക്കൊരു ഡോറ് തുറക്കുമ്പോൾ ഓൺ ആവുന്ന ഒരു ലൈറ്റും നമുക്ക് കാണാൻ പറ്റും. ഇന്നോവയുടെ ഡ്രൈവർ സീറ്റിലിരിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. നല്ല ഹൈ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റോഡൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് പ്രോപ്പർ ലെതറാണ്. പിന്നെ ഇതിന് നമുക്ക് പല ടൈപ്പിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. ഹൈറ്റ്, ടിൽറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സീറ്റ് ബെൽറ്റും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ നമുക്ക് ഈ ബ്രൗൺ ആണ് ഇതിൻ്റെ കളർ വന്നത് ലെതർ സീറ്റിൻ്റെ. അതുകൂടാതെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഐവറി കളറാണ്. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു സീറ്റാണ് ഈ ഇന്നോവയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇന്നോവയുടെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ടിൽറ്റും അതുപോലെ തന്നെ റീച്ചും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് പൊസിഷൻ അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഫുഡ് വെൽ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള ഫുഡ് വെല്ലാണ്. പിന്നെ അതുകൂടാതെ നല്ലൊരു വലിയൊരു ഡെഡ് പെഡലും കൊടുത്തിട്ടുണ്ട്. ക്രിസ്റ്റയുടെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മുകളിലായിട്ട് വുഡിൻ്റെ ഫിനിഷൊക്കെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് അതുകൂടാതെ ഷാമ്പെയിൻ ഗോൾഡ് കളറിലുള്ളൊരു പ്ലേറ്റിംഗ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ലെഫ്റ്റ് സൈഡിലെ പാഡിൽ മെയിനായിട്ട് വരുന്നത് മീഡിയ നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ്. റൈറ്റ് സൈഡിലെ പാഡിൽ വരുന്നത് സെൻട്രൽ കൺസോളിലെ MIDനെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെയാണ്, സ്വിച്ചസ് ഒക്കെയാണ് ഈ പാഡിൽ വരുന്നത്. പിന്നെ നമുക്ക് അതിന് താഴെയായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ ലിവർ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് സ്റ്റിയറിങ്ങിലുള്ളത്. ഇവിടെ ഈ AC വെന്റിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബോട്ടിൽ ഹോൾഡറാണിത്. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് ബോണറ്റിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ലിവർ നമുക്ക് ഇവിടെ കാണാം. പിന്നെ അതിന് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ഡീസൽ ടാങ്കിൻ്റെ ലിഡ് റിലീസ് ചെയ്യാനായിട്ടുള്ള ലിവർ നമുക്ക് ഇവിടെ കാണാം. നമ്മൾ ഇന്നോവയുടെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് വലിയ ഗ്ലാസ് ഒക്കെ ആയതുകൊണ്ട് വളരെ നല്ല വിസിബിലിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ സീറ്റിംഗ് പൊസിഷൻ നല്ല ഹൈ ആണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ മെയിനായിട്ട് ബ്ലാക്കിൻ്റെ തീമാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഒരു വുഡിൻ്റെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നല്ല നീളത്തിലുള്ളൊരു വുഡിൻ്റെ ഫിനിഷ്. അത് ലെഫ്റ്റ് സൈഡിലെ എയർവെൻറ്റ് തുടങ്ങി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്ന് റൈറ്റ് സൈഡിലെ എയർവെൻറ്റ് വരെ അത് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഷാമ്പെയിൻ ഗോൾഡ് കളറിലുള്ള ഒരു ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയും കാണാം. പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ എയർവെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിങ്ങനെ അക്രോസ് ആയിട്ട് വന്നിട്ട് റൈറ്റ് സൈഡിലെ എയർവെൻറ്റിൽ അവസാനിക്കുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോ ബോക്സ് നോക്കാം. 2 ഗ്ലോ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. മുകളിലത്തെ ഗ്ലോ ബോക്സ് ചെറിയ ഗ്ലോ ബോക്സ് ആണ്. പക്ഷേ ഇതിൽ നമുക്ക് കൂളിംഗ് ഫംഗ്ഷൻ ഇതിലുണ്ട്. നമുക്ക് അവിടെ ഒരു നോബ് കാണാം. ആ നോബ് വെച്ച് നമുക്ക് ഇതിലോട്ട് AC-യുടെ തണുപ്പ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് അത്ര കുറച്ച് ഡീപ്പായിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. അപ്പോൾ അത്ര വലിപ്പം കുറച്ച് കുറവാണ്. പിന്നെ താഴെ നമുക്ക് മറ്റൊരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ആവറേജ് സൈസുള്ള ഇതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള ഗ്ലോ ബോക്സ് ആണ്. പിന്നെ ഇതിൽ കൂളിംഗ് ഇല്ല, പക്ഷേ ഇതിൽ ഇലുമിനേറ്റഡ് ആണ്. ഇന്നോവയുടെ സെൻട്രൽ കൺസോൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ട്. ഇപ്പോൾ ഇത് പഴയ ഇന്നോവയിലും ഉണ്ടായിരുന്നു ആ ഡിജിറ്റൽ ക്ലോക്ക്. അത് ഈ മോഡലും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. പിന്നെ അതിന് താഴെയായിട്ടാണ് നമ്മുടെ AC-യുടെ കൺട്രോൾസ് എല്ലാം വന്നിരിക്കുന്നത്. ഇപ്പോൾ റിയറിലെ AC-യുടെ റോട്ടറി ഡയലാണ് ഈ കാണുന്നത്. പിന്നെ അതിന് താഴെ AC ഓൺ ആക്കാനുള്ള സ്വിച്ച്, സർക്കുലേഷൻ്റെ സ്വിച്ച്, ഫ്രണ്ട് ഡീഫോഗർ, റിയർ ഡീഫോഗർ, AC-യുടെ പൊസിഷൻ, ഫാൻ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച്, പിന്നെ അതുപോലെ തന്നെ AC ഓട്ടോ മോഡിൽ ഇടാനായിട്ടുള്ള സ്വിച്ച്. പിന്നെ അതുകൂടാതെ നമുക്ക് AC-യുടെ ഡിസ്പ്ലേയും കാര്യങ്ങളും, ഫാനിൻ്റെ സ്പീഡ്, ടെമ്പറേച്ചർ, പൊസിഷൻ ഒക്കെ കാണാനായിട്ടൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ നമുക്ക് 2 ഡ്രൈവിംഗ് മോഡ്സ് കൊടുത്തിട്ടുണ്ട്. എക്കോ മോഡ് അതുപോലെ തന്നെ പവർ മോഡ്. അപ്പോൾ ഇത് പേര് സൂചിക്കുന്ന പോലെ തന്നെ ഫ്യൂൽ എക്കോണമിക് ആയിട്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കോ മോഡ് സെലക്ട് ചെയ്യാം. കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ മോഡ് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ESPയും ട്രാക്ഷൻ കൺട്രോളും ഓണും ഓഫും ചെയ്യാനുള്ള സ്വിച്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ താഴോട്ട് വരുമ്പോൾ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ള 2.1 ആംപിയർ ഉള്ള ഒരു USB സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് നല്ലൊരു വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പേഴ്സ്, മൊബൈൽ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് താഴെയായിട്ട് ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കോയിൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് താഴെയാണ് നമ്മുടെ ഗിയർ ലിവർ വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. നമുക്ക് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് മോഡ്, സ്പോർട്ട് മോഡ്, അങ്ങനെ ഓരോ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ അതിന് താഴെ നല്ല വലിയൊരു കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്.
പിന്നെ നമുക്ക് പാർക്ക് ബ്രേക്ക് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ഡ്രൈവറിന് ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ആംറസ്റ്റ് എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടി നീളമുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി കംഫർട്ട് ആയിരുന്നേനെ. പക്ഷേ ഇത് കുറച്ചൊരു ലെങ്ത് കുറവാണ് ഇതിന്. പിന്നെ നമുക്ക് ഈ ആംറസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു സ്റ്റോറേജ് ആണ് ആംറസ്റ്റിന് അടിയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ആംറസ്റ്റിന് പിന്നിലായിട്ട് നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനിലോട്ട് USB അതുപോലെ തന്നെ ഓക്സിലറിയും കണക്ട് ചെയ്യാനായിട്ടുള്ള പോർട്ടുകളെല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നോവയുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ സിസ്റ്റമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ മെനുവിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആദ്യത്തെ ഓപ്ഷൻ നാവിഗേഷൻ, അപ്പോൾ അത് ഇൻബിൽറ്റ് നാവിഗേഷൻ ആണ്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓഡിയോ ആണ്. അപ്പോൾ ഓഡിയോയിൽ നമുക്ക് സോഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ബ്ലൂടൂത്ത്, ഓക്സിലറി, അതുപോലെ തന്നെ വീഡിയോ പ്ലേബാക്ക് തുടങ്ങിയ ഓപ്ഷൻസ് എല്ലാം ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ടെലിഫോൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ഫോൺ കണക്ട് ചെയ്തിട്ട് കോൾ എടുക്കുക, കോൾ ലിസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഓപ്ഷൻസും ഇതിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇക്കോ എന്ന് പറയുന്ന ഒരു മോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവറേജ് സ്പീഡ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ട്രിപ്പ് ഇൻഫോർമേഷൻ കാണിക്കുന്ന ഒരു സ്ഥലമാണ് ഇക്കോ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരാണത് സെറ്റപ്പാണ്. അപ്പോൾ സെറ്റപ്പിൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസാണ് വരുന്നത്. പിന്നെ അതുകൂടാതെ നമുക്കിവിടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വിച്ചസ് ഡിസ്പ്ലേയിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇന്നോവ ക്രിസ്റ്റയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു ബ്ലൂ ഡയൽസ് ആണ് വരുന്നത്. പിന്നെ അതിൽ ഒരു 3D ഇഫക്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് RPM മീറ്റർ, റൈറ്റ് സൈഡിൽ വന്നത് സ്പീഡോമീറ്റർ. RPM മീറ്ററിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് ടെമ്പറേച്ചർ ഗേജ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ താഴെയായിട്ടാണ് ഫ്യൂവൽ ഗേജ് വരുന്നത്. പിന്നെ നടുക്കായിട്ട് നല്ല നീളത്തിലുള്ള വലിയൊരു MID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ MIDയിൽ നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്നതാണ് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ. പിന്നെ അതിന് തൊട്ട് താഴെ മോഡ്, ഇപ്പോൾ പാർക്കിംഗ് മോഡിലായതുകൊണ്ടാണ് P എന്ന് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇക്കോ മോഡിലാണ് ഇപ്പോൾ വാഹനം ഓടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇക്കോ മോഡ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിന് താഴെ നമുക്ക് വാഹനത്തിൻ്റെ റേഞ്ച്, പിന്നെ അതുപോലെ തന്നെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓടിയ ദൂരം, പിന്നെ ഇക്കോ ഇൻഡിക്കേറ്റർ, പിന്നെ അതിന് താഴെയായിട്ട് ഇക്കോ സേവിങ്സ്, അങ്ങനെ ഫ്യൂൽ കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ അതിന് താഴെയായിട്ട് ഏറ്റവും അടിയിലാണ് നമുക്ക് ഓഡോമീറ്റർ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലോട്ട് നാവിഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിജിറ്റൽ കോമ്പസ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് സർവീസ് മെസ്സേജ് കാര്യങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ വരാണത് സെറ്റിങ്സിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് MIDയിൽ മെയിനായിട്ട് വരുന്നത്. ഇന്നോവയുടെ റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല വിസിബിലിറ്റി ഉള്ള റിയർ വ്യൂ മിററാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് ഓട്ടോ ഡിം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് മാനുവൽ അഡ്ജസ്റ്റ് മാത്രമേ ഉള്ളൂ. ടോപ്പ് എൻഡ് മോഡലായിട്ട് പോലും നമുക്ക് മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യണം. സെൻറ്ററിലെ ഈ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ ആംബിയൻറ്റ് ലൈറ്റിംഗ് കാണാൻ പറ്റും. ബ്ലൂ കളറുള്ള ഇലുമിനേഷനാണ് വരുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ക്യാബിൻ ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ക്യാബിൻ ലൈറ്റ് ഓണും ഓഫ് ആക്കാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ ഓണാക്കാം, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഓണാക്കാം. പിന്നെ അതുകൂടാതെ ക്യാബിനിലുള്ള സെക്കൻഡ് റോയിലും തേർഡ് റോയിലും ഉൾപ്പെടെ എല്ലാ ലൈറ്റും ഓണാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്വിച്ചാണിത്. പിന്നെ അതിനുശേഷം നമുക്ക് ആംബിയൻ ലൈറ്റിൻ്റെ ബ്ലൂ കളറുള്ള ഇലുമിനേഷൻ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഡോറ് തുറക്കുമ്പോൾ ക്യാബിൻ ലൈറ്റ് ഓണാക്കാനും ഓഫാക്കാനും ആ ഓപ്ഷൻ നമുക്ക് ഇവിടെ നിന്ന് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കും. പിന്നെ അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു സൺഗ്ലാസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊസിഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൺവൈസർ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മിറർ കൊടുത്തിട്ടുണ്ട്. മിറർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. ഡ്രൈവർ സൈഡിലും അതുപോലെ തന്നെ നമുക്ക് മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ടിക്കറ്റ് ഹോൾഡറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഡോറാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ബ്ലാക്കിൻ്റെ ആണ് മെയിനായിട്ട് ഫിനിഷ് വരുന്നത്. പിന്നെ അതുകൂടാതെ നമുക്കൊരു വുഡിൻ്റെ ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ഷാമ്പെയിൻ ഗോൾഡ് കളറിലുള്ള ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ പവർ വിൻഡോയുടെ സ്വിച്ച് വരുന്നത്. ഇത് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ്. പിന്നെ അതുകൂടാതെ ഡോറിൻ്റെ ഹാൻഡിൽ സിൽവർ കളറിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു ഫാബ്രിക്കിൻ്റെ, അതായത് സീറ്റിൻ്റെ കളറിനോട് മാച്ച് ആവുന്ന ബ്രൗൺ കളറിലുള്ള ഒരു ഫാബ്രിക്കിൻ്റെ പീസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്പീക്കർ കാണാൻ പറ്റും. ഓട്ടോമാറ്റിക് ഓട്ടോ ഓപ്പൺ ആവുന്നൊരു
ലൈറ്റും താഴെ കാണാം. പിന്നെ സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ബോട്ടിൽ ഹോൾഡർ സാധനങ്ങളൊക്കെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇതിൽ വെക്കാൻ പറ്റും. ഇത് സെക്കൻഡ് റോ സീറ്റിൽ. അപ്പോൾ ഇതിൽ ക്യാപ്റ്റൻ സീറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ് ഇതിലുള്ളത്. നല്ല വലിപ്പമുള്ള സീറ്റാണ്. പിന്നെ ഇത് ലെതർ അപ്പോൾസ്റ്ററി ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഹെഡ് സ്പേസ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഹെഡ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇഷ്ടംപോലെ ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഈ കോ പാസഞ്ചറിൻ്റെ സീറ്റ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ ജസ്റ്റ് പുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ സീറ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് തള്ളിയിടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സ്പേസിൻ്റെ എന്തെങ്കിലും ലെഗ് സ്പേസിൻ്റെ കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് 2 സീറ്റിൻ്റെ പിന്നിലായിട്ട് നമുക്കൊരു ട്രേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണ സാധനങ്ങൾ അതുപോലെ തന്നെ കപ്പ് ഹോൾഡറൊക്കെ ഇതിൽ വെക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇത് മാക്സിമം 10 കിലോ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ട്രേ ആണിത്. പിന്നെ ഇവിടെ നമുക്കൊരു വുഡിൻ്റെ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് 2 സീറ്റിൻ്റെ പിന്നിലായിട്ട് നമുക്ക് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടേക്ക് വരുമ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ആംറസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് വളരെ നാരോ ആയിട്ടുള്ളൊരു ആംറസ്റ്റ് ആണ്. അപ്പോൾ ഇത് അത്ര യൂസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കൈവയ്ക്കാൻ സാധിക്കും. ഈ സീറ്റിൻ്റെ സൈഡിലായിട്ട് 2 കപ്പ് വയ്ക്കാൻ പറ്റുന്ന കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യം കഴിയുകയാണെങ്കിൽ അത് ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ്. പിന്നെ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതുകൂടാതെ ഈ 2 സീറ്റും നമുക്ക് ഡിക്ലൈൻ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി സൈഡിൽ ലിവർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പുള്ള് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിക്ലൈൻ ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. ഹാൻഡിൽ കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു കോട്ട് ഹുക്ക് വരുന്നുണ്ട്. പിന്നെ ഇന്നവയിൽ ഡ്രൈവർ സൈഡ് ഉൾപ്പെടെ എല്ലാ പാസഞ്ചേഴ്സിനും ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു ക്യാബിൻ ലൈറ്റ് ഉണ്ട്. അത് 2 സൈഡിലും ഇൻഡിവിജ്വൽ ക്യാബിൻ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓണും ഓഫും ചെയ്യാം. പിന്നെ അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു ബ്ലൂ കളറിലുള്ള ഇല്യൂമിനേഷൻ ആണ് അതിന് വരുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇൻറ്റൻസിറ്റി കൂട്ടിയും കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ AC-യുടെ വെൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ AC-യുടെ ഡിസ്പ്ലേ ആണ് കാണുന്നത്. നമുക്ക് ഫാനിൻ്റെ സ്പീഡ് അത് കാര്യങ്ങളൊക്കെ AC-യുടെ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിന് AC-യുടെ ഫാനിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള സ്വിച്ച്, AC ഓട്ടോ മോഡിലോട്ട് ഇടാനുള്ള സ്വിച്ച്, ഓഫ് ആക്കാനുള്ള സ്വിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊരു ഈ ആംബിലൈറ്റിംഗ് കൊടുത്തപ്പോൾ വളരെ മനോഹരമായിട്ടുണ്ട്. ഇവയുടെ 3rd റോ സീറ്റിലേക്ക് നമുക്ക് എങ്ങനെയാണ് കയറാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 2nd റോയിലെ ലെഫ്റ്റ് സൈഡിലുള്ള സീറ്റിൻ്റെ സൈഡിലായിട്ട് ഒരു ലിവർ ഉണ്ട്. അപ്പോൾ ഈ അടിയിലത്തെ ലിവർ നമ്മൾ മുകളിലോട്ട് പുള്ള് ചെയ്യാം. പുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീറ്റിൻ്റെ മുകൾ ഭാഗം ഫോൾഡ് ആവും. അതിനുശേഷം നമുക്കിതിങ്ങനെ പൊന്തിച്ച് സൈഡിലോട്ട് ഇങ്ങനെ വെക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ളൊരു എൻട്രൻസ് ആണ്. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് 3rd റോയിലേക്ക് കയറാൻ സാധിക്കും. 3rd റോ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. ലെഗ് സ്പേസ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ സീറ്റ് മാക്സിമം ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ടിരിക്കുകയാണ്. സപ്പോർട്ട് കുറച്ച് കുറവാണ്. കുറച്ച് ഹെഡ് റൂം ഉണ്ട്. അത്ര ലാവിഷ് ഹെഡ് റൂം നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ ഇതിൽ നമുക്ക് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ്. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ സീറ്റ് നമുക്ക് ഡിക്ലൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സൈഡിലൊരു ലിവർ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് സീറ്റ് ഡിക്ലൈൻ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു 2 സീറ്റിൻ്റെ സൈഡിലുമായിട്ട് നമുക്ക് കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. പിന്നെ അതുകൂടാതെ 2 ഇൻഡിവിജ്വൽ AC വെൻറ്റ് 3rd റോ സീറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. 3rd റോ സീറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത് 300 ലിറ്റർ ആണ്. സീറ്റിൻ്റെ മിഡിലിരിക്കുന്ന ആളുടെ ഹെഡ് റെസ്റ്റ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ഇത് ഓട്ടോമാറ്റിക് ഓണാവില്ല. നമ്മൾ സ്വിച്ച് വെച്ച് ഓണും ഓഫും ചെയ്യണം. പിന്നെ ഈ ഹെഡ് റെസ്റ്റിൻ്റെ പിന്നിലാണ് ഇതിൻ്റെ ടൂൾ കിറ്റ് സാധനങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യണം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സീറ്റിൻ്റെ അത് തന്നെ ഹെഡ് റെസ്റ്റ് ഏറ്റവും താഴത്തെ പൊസിഷനിലോട്ട് വെക്കുക. അതിനുശേഷം ഇവിടെ ഒരു സ്ട്രാപ്പ് ഉണ്ട്. ആ സ്ട്രാപ്പ് പുള്ള് ചെയ്യുക. സ്ട്രാപ്പ് പുള്ള് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മോൾ ഭാഗം കംപ്ലീറ്റ് ഫോൾഡ് ആവും. അതിനുശേഷം ഇത് സൈഡിലോട്ടാണ് മൗണ്ട് ചെയ്യണത്. സൈഡിലോട്ട് വെച്ചതിന് ശേഷം വേറൊരു ലോക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അതൊരു ഹുക്കാണ്. ആ ഹുക്ക് ഇവിടെ നമ്മളിങ്ങനെ കൊളത്തിയിടുക. അത് കഴിഞ്ഞിട്ട് വെൽക്രോയുടെ സ്ട്രിപ്പാണ്. അപ്പോൾ വെൽക്രോ വെച്ച് നമ്മളിത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ സൈഡിലോട്ട് മൗണ്ട് ആയിരിക്കും. ഇതേപോലെ സെയിം രീതിയിൽ നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 900 ലിറ്ററിൻ്റെ ബൂട്ട് കപ്പാസിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്
2.8 ലിറ്റർ ഡീസൽ എഞ്ചിനുള്ള മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 172 BHPയും അതുപോലെ തന്നെ 360 Nm ടോർക്കുമാണ്. പക്ഷേ ഇത് BS4 മോഡലാണ്. BS6 മോഡൽ വന്നപ്പോൾ അവർ ഈ ഡീസൽ എഞ്ചിൻ ഒന്ന് ഡൗൺ സ്കെയിൽ ചെയ്തിട്ട് ഇപ്പോൾ 2.4 ലിറ്റർ ഡീസൽ എഞ്ചിൻ മാത്രമാണ് നിലവിൽ ഇന്നോവയിൽ ഇറക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇന്നോവയ്ക്ക് പെട്രോൾ എഞ്ചിനും ഉണ്ട്. അപ്പോൾ ഈ ഡീസൽ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ടർബോ ചാർജർ യൂണിറ്റ് ആണ്. അപ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണിത്. പിന്നെ നമ്മൾ എഞ്ചിൻ ബൈയിലോട്ട് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എഞ്ചിന് കവറിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് ടർബോയുടെ എയർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എക്സൈഡിൻ്റെ ബാറ്ററി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നോയ്സ് വൈബ്രേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും നല്ല പവർഫുള്ളായിട്ട് വലിയൊരു എഞ്ചിൻ ആയതുകൊണ്ട് കുറച്ച് വൈബ്രേഷനും നോയ്സൊക്കെ ഉള്ളിലോട്ട് വരുന്നുണ്ട്. ഇന്നോവയുടെ കീ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നമുക്കൊരു ഇന്നോവ എന്ന് എഴുതിയിരിക്കുന്ന ഒരു സൈഡ് നമുക്ക് കാണാം. പിന്നെ അപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ നമുക്ക് ടൊയോട്ടയുടെ ലോഗോ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബട്ടൺസ് എന്ന് പറയുന്ന 2 ബട്ടൺസ് മാത്രമേ ഉള്ളൂ, ലോക്കും അൺലോക്കും. ഇന്നോവ ക്രിസ്റ്റയുടെ കോമ്പറ്റീഷൻസ് ആയിട്ട് 7 സീറ്റർ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളായിട്ട് ഞങ്ങൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് മഹീന്ദ്രയുടെ മറാസോയും അതുപോലെ തന്നെ MGയുടെ ഹെക്ടർ പ്ലസ് 7 സീറ്റർ മോഡലുമാണ്. മഹീന്ദ്ര മറാസോയെ പറ്റി പറയുമ്പോൾ വളരെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വാഹനമാണ് മറാസോ എന്ന് പറയുന്നത്. മറാസോയുടെ ബേസ് മോഡലിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 11.5 ലക്ഷമാണ്. ഇന്നോവയുടെ ബേസ് മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 5 ലക്ഷം രൂപയുടെ കുറവ് മറാസോയ്ക്കുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു 7 സീറ്റർ വാഹനമാണ് മറാസോ. കൂടാതെ വളരെ മികച്ച സസ്പെൻഷനും റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങും ഉള്ള വളരെ നല്ല യാത്രാസുഖം നൽകുന്ന ഒരു വാഹനമാണ് മറാസോ. ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഒരു ട്രൂ വാല്യൂ ഫോർ മണി വാഹനമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു വാഹനമാണ് മറാസോ. ഇനി MG ഹെക്ടർ പ്ലസിലോട്ട് വരുമ്പോൾ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സും ടെക്നോളജിയും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു വാഹനമാണ് MG ഹെക്ടർ പ്ലസ്. MG ഹെക്ടർ എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിൽ വലിയൊരു വിജയമായിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഹെക്ടർ പ്ലസ് എന്ന് പറയുന്ന 7 സീറ്റർ വാഹനം വരുന്നത്. അപ്പോൾ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ് ഹെക്ടർ പ്ലസ് എന്ന് പറയുന്ന മോഡൽ. ഹെക്ടർ പ്ലസിൻ്റെ ഒരു റിലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. കാരണം ഹെക്ടർ ഇന്ത്യയിലോട്ട് വന്നിട്ട് അധികം നാളായിട്ടില്ല. ഇനി ഇന്നോവ ക്രിസ്റ്റയിലോട്ട് വരുമ്പോൾ റിലയബിലിറ്റി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ റിലയബിൾ ആയിട്ടുള്ള ലോങ് ടൈം റിലയബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇന്നോവ. വളരെ വർഷങ്ങളായിട്ട് ഇന്ത്യയിലുള്ളൊരു വാഹനമാണ്. അപ്പോൾ ഇന്നോവ അതിൻ്റെ ലോങ് ടൈം റിലയബിലിറ്റി പ്രൂവ് ചെയ്ത വാഹനമാണ്. അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരുപാട് ദീർഘദൂര യാത്രകൾ ചെയ്യുന്ന ആളാണ്, അതല്ലെങ്കിൽ വാഹനം മേടിച്ചിട്ട് കുറച്ചധികം വർഷങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വളരെ റിലയബിൾ ആയിട്ടൊരു വാഹനമാണ് ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്നത്. ഇന്നോവ ക്രിസ്റ്റ ഇറങ്ങിയപ്പോൾ ഇന്നോവയുടെ ഫസ്റ്റ് വേർഷൻസ് ഉപയോഗിച്ചിരുന്ന പല കസ്റ്റമേഴ്സും ഇന്നോവ ക്രിസ്റ്റയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഒരു വാഹനത്തിൽ കസ്റ്റമേഴ്സിനുള്ള ആ ഒരു വിശ്വാസമാണ് അത് തെളിയിക്കുന്നത്. 7 സീറ്റർ MUV സെഗ്മെൻറ്റിലെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള വാഹനം എന്ന രീതിയിൽ ഇന്നോവ ക്രിസ്റ്റയെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ.